15ാമത് കേരള നിയമസഭയിലാണ് ശ്രീ വായൂർ സോമൻ ആദ്യമായി നിയമസഭയിലേക്ക് വരുന്നത്. അദ്ദേഹം നിയമസഭക്കകത്ത് വളരെ ഷാർപ്പായി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. പീരുമേട് മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയവും തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ഒപ്പം നിയമസഭയിലെ പ്രശ്നങ്ങളുമെല്ലാം നന്നായി ദൃഢതയോടുകൂടി പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ വളരെ മുഴക്കമുള്ള ശബ്ദമാണ്. അപ്പോൾ മൈക്ക് ഓഫാക്കിയാൽ പോലും മൈക്കില്ലാതെയും സഭക്കകത്ത് മുഴക്കത്തോടെ സംസാരിക്കാനുള്ള ശബ്ദത്തിൻ്റെ ഗാംഭീര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പീരുമേടും കോട്ടയത്തുമൊക്കെ തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് അദ്ദേഹം വന്നത്. തോട്ടം തൊഴിലാളികളെയും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നന്നായി പഠിച്ച് അവതരിപ്പിക്കുന്ന, തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ നന്നായി അവതരിപ്പിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം കേരള നിയമസഭയ്ക്ക് ഒരു കനത്ത നഷ്ടം തന്നെയാണ്. അദ്ദേഹം വളരെ ഞെട്ടലോടെ ഞങ്ങൾ ഈ വാർത്ത കേട്ടത്. കാരണം അദ്ദേഹം ലാൻഡ്ലെസ് റവന്യൂ അസംബ്ലിയിൽ ഇന്ന് ഇടുക്കി ജില്ലയിലെ MLA-മാരുടെ കൂടെ പങ്കെടുത്തുകൊണ്ട് അവിടെയും നന്നായി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അവതരിപ്പിച്ചു. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി ഉൾപ്പെടെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ ശക്തമായി ജനങ്ങളുടെ പക്ഷത്ത് ഉറച്ചു നിന്ന, ജനകീയ പ്രശ്നങ്ങൾ സഭക്കകത്തും പുറത്തു ഉയർത്തിക്കൊണ്ടുവന്ന ഒരു തൊഴിലാളി നേതാവ്, ഒപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭക്കകത്ത് നല്ല രീതിയിൽ അവതരിപ്പിച്ച ഒരു മികച്ച പാർലമെൻറ്റേറിയൻ, അദ്ദേഹത്താണ് ഞങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ട. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരള നിയമസഭയ്ക്ക് വേണ്ടി ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.